വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ മേഘാലയയിലുള്ള ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മൾ വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഷിലോങ്ങിലാണ് ഉള്ളത് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ഓരോരോ റൂമിൽ അവരവരുടെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വെച്ചിട്ട് ലാസ്റ്റ് ഡേ ഒരു മൊത്തത്തിലുള്ളൊരു വീഡിയോ അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഡേ മൊത്തത്തിലുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഓരോരുത്തരുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. 10 മണിയാവുന്നേ ഉള്ളൂ. 10 മണിയാകുമ്പോൾ ഡ്രൈവർ വരുമെന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ നിന്ന് ഷിലോങ്ങിൽ നിന്ന് ഗുവാഹട്ടിയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് കാര്യം നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് തിരിച്ചും. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിലാണ് ഇന്നത്തെ സ്റ്റേ. 28th 29th. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ പ്രിപ്പറേഷൻ കണ്ടാലോ, കാണിച്ചു തരാം. ജീന ഈസ് ഗെറ്റിംഗ് റെഡി. എവിടെ ഒരു കുട്ടി? വെരി സെറ്റ് ബ്യൂട്ടിഫുൾ ഗേൾ. ഏയ് പൊട്ടുകുത്തടി അപ്പൊ നമ്മളെ ലാസ്റ്റ് വ്ളോഗ്, നമ്മളെ മേഘാലയയിലുള്ള ലാസ്റ്റ് വ്ളോഗിൽ എമിക്ക് ഇഷ്ടമായാ? മേഘാലയ എങ്ങനെ ഉണ്ടാ? ഞാൻ രസമുണ്ട്. ഓക്കെ, അപ്പോ അടുത്ത റൂമിലേക്ക് പോവാം. ഹോയ്, റൂം നമ്പർ 3 ആയിരുന്നു കാണിച്ചത്. ഇതിലും ബേബിക്ക് പനിയാണ് കേട്ടോ. ആദ്യം അങ്ങനെ ഈ ഹൈറ്റിൽ പിടിച്ചാൽ ശരിയാവും. ഹായ്, ലാസ്റ്റ് ഡേ ഇൻ മേഘാലയ. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? തീയായിരുന്നു. ശരി, റെഡിയായാ? ബാക്കിയതാ നമ്മളെ റോഷിൻ്റെ റൂമും കൂടി കാണിച്ചു തരട്ടെ. അടിപൊളി റൂം. ഈനും ബാൽക്കണി എവിടെ? ഈനും ബാൽക്കണി ഇല്ലാത്ത? ഓഹോ, ഹായ് ചേച്ചി, റെഡിയാ? എല്ലാവരും പാക്ക് ചെയ്ത് റെഡിയായി. റെമൻ, ഹായ്. കഴിഞ്ഞ എല്ലാവരും കഴിഞ്ഞു. ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടെ വൈറ്റ് ആൻഡ് ബ്ലൂ ഡെനിം കോമ്പിനേഷനാണ് ഇട്ടിരിക്കുന്നത്. ചുമ്മാ കുറേ റീൽസൊക്കെ എടുത്തു. അപ്പോൾ പാക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ. കെറ്റിലിനി ബാക്കി. കെറ്റിൽ ഞാൻ വരാൻ നേരം കെറ്റിൽ പാക്ക് ചെയ്താൽ ഞാനായിരുന്നു. പക്ഷെ കെറ്റിലിൻ്റെ വയറൊക്കെ എടുക്കാൻ പറഞ്ഞു. അപ്പം ജഗ് പോലെ ഓക്കെ, നമ്മുടെ വണ്ടി എത്തി കേട്ടോ. പിന്നെ ഗാഡ്, പിന്നെ എല്ലാവരും പോവാനുള്ള ഒരുക്കപ്പാടിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാഷ് ജീന. ഓ ഫൈനലി താങ്ക്സ് ചൊല്ലോ ക്യാഷിന്. ആളാണ് കേട്ടോ ഇതിൻ്റെ ഓണർ. ആള് വൈഫാണ് ഈ ഹോട്ടൽ നടത്തുന്നത്. നെയിം ബാച്ച് കൂപ്പർ എന്നാണ് പേര്. അപ്പോൾ ബാച്ച് കൂപ്പറിനെ വിശ്വസിച്ച് വരാം. അടിപൊളിയായിരുന്നു സർവീസും കാര്യങ്ങളൊക്കെ അല്ലേ? സൂപ്പർ സർവീസ്, സൂപ്പർ റൂം, നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. താങ്ക് യു, ഹൈലി റെക്കമെൻഡ്. വെൽക്കം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. പൾബർ എത്തി. പെട്ടിയും സാധനങ്ങളൊക്കെ കയറ്റിയാലോ? The last day in Guwahati. Sorry, Shillong is the last day.
Last one time. ബാഗ് എല്ലാം പഞ്ഞാന്നൊന്ന് കൺഫേം ഇപ്പൊ യെസ് എല്ലാരെയും പന്നിനി മുമ്പേ ലെതർ ബാഗ് നിങ്ങളെ 3 ബാഗ് കൊണ്ടു മുണ്ടിലി ഏ വിടുവാൻ നമ്മ ഇവിടെ ഒരു സെൽഫി ഇഷ്ടപ്പെട്ട മൂപ്പർക്കൊന്ന് കൊണ്ടിറങ്ങിയെന്ന് വേണ്ടിയില്ല അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ ഷിലോങ് പോവാണ് ഗുവാഹട്ടിയിലേക്ക് ഓൺ ദ വേ വി ഗോണ വിസിറ്റ് അയ്യോ എന്റെ കണ്ണാടിയോ ആ അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ വെരി വെരി ഹാപ്പിയാണോ ഹാപ്പിയാണോ സർ അയ്യാ ബാബേട്ടെ ഓൾ ആർ ഹാപ്പി അങ്ങനെ നമ്മള് അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കാണാം പോകുന്ന വഴി ഒരു ചേർച്ച് ആ ചർച്ചിന്റെ പേര് കേട്ട് നോക്ക കാത്തഡ്രൽ ഓഫ് മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻ ചർച്ച് ഈ ചർച്ച് വിസിറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്ന വഴി കയറിയത് അപ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും പോയി നോക്കാം അല്ലേ അപ്പൊ കുറച്ച് സ്റ്റേഴ്സ് ഇങ്ങനെ കയറാനുണ്ട് ഇവിടെ കുറച്ച് സ്റ്റെയർ അതെന്താന്ന് മനസ്സിലാവുന്നില്ല എല്ലാ ചർച്ചും കുറച്ച് പൊക്കത്തിലാണ് കൊണ്ടുവന്ന് വെക്കുന്നത് ആർക്കെങ്കിലും വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്നും പറയണേ പൊളിയും തോന്നുന്നു കേട്ടോ കാശ് തരാം ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ മൊത്തത്തിലൊരു അടിപൊളിയല്ലേ വാവ് ഇവിടെ നല്ലൊരു വലിയ പുൽക്കൂടൊക്കെ വെച്ചിട്ട് അത് മാത്രമല്ല ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ ചേർച്ചിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ഇല്ലാന്ന് തോന്നുന്നു ആവൂ അവിടെ നിന്നോ നമ്മൾ മെയിനായിട്ട് ഇവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു കാരണം നമ്മൾ എല്ലാവരും തന്നെ വൈറ്റ് ആൻഡ് ബ്ലൂ ഡെനിമിലായതുകൊണ്ട് കളർ കോൺട്രാസ്റ്റ് അടിപൊളിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുമെന്ന് ചോദിക്കും പറ്റില്ല ഓക്കെ ഓക്കെ അപ്പോൾ ചേർച്ചിന് ഇല്ലാന്ന് നോക്കാം അല്ലെങ്കിൽ വിസിറ്റേഴ്സിന് അലൗഡ് അല്ല ഈസ്റ്ററാ കൂടെ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ ഇവിടുന്ന് കണ്ടു ഇവിടുന്ന് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഈ ഒരു ആർക്കിടെക്റ്റൊക്കെ തന്നെയാണ് മെയിൻ അട്രാക്ഷൻ അപ്പോൾ എല്ലാ സ്ഥലത്തും കാണുന്ന ബിൽഡിംഗ് അതെ ഈ ചർച്ച് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലുക്സ് ആണ് തരുന്നത് എന്തോ ഒരു ഫോറിൻ ലുക്കിൽ മൊത്തത്തിൽ അടിപൊളി കാര്യം നമ്മൾ മേഘാലയയിൽ വന്നതിന് ശേഷം തന്നെ ചേർച്ചൊക്കെ ഭയങ്കര കുഞ്ഞു ചേർച്ചാണ് കണ്ടത് അല്ലെങ്കിൽ ഒരു വീട് ചേർച്ച് പോലെ കൺവേർട്ട് ചെയ്ത പോലെ ഒക്കെ ആയിരുന്നു ഫീൽ ചെയ്തത് ഇത് അടിപൊളിയാണ് ഇങ്ങോട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ വൈറ്റൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഓക്കെ ഇഷ്ടമല്ലെങ്കിലും ഇട്ട ഡ്രസ്സ് ഇഷ്ടമായി ഈ കളറിന് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കാണിച്ചു തരാം അത് വെച്ചോണ്ടോ ഒരു കളർഫുൾ ആക്കിക്കൊണ്ട് വന്നേ ഒരാളിവിടെ ഭയങ്കര കളർഫുൾ ഇവിടെ വന്നാൽ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള ഏതെങ്കിലും ഒരു ലൊക്കേഷൻ മിസ്സാവും കാര്യം ഇവിടെ എല്ലാ ലൊക്കേഷനും കുറച്ച് ദൂരെ ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ടാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ പിന്നെ നമ്മളെല്ലാവരും ഫോട്ടോഗ്രാഫർമാരായതുകൊണ്ട് അങ്ങനെ ചില ഡെസ്റ്റിനേഷൻസ് നമുക്ക് മിസ്സായിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് തിരിച്ചു കയറാം ഓക്കെ അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഉമ്യം ലേക്കാണ് ഉമ്യം ലേക്ക് റഷീഖിന് ഉമ്യം ലേക്കിനെ കുറിച്ച് എന്തൊക്കെയോ പറയാനില്ലേ സീരിയസ് ആയിട്ട് റഷി വരുമ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞായിരുന്നു നമ്മുടെ ബാച്ച് കൂപ്പർ പറഞ്ഞിട്ട് ഈ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന
ഉമ്യം ലേക്കിനെ കുറിച്ച് ഒരു കഥയുണ്ട്, ഒരു വലിയ കഥ. അത് ഈ ഹുമിയം ലേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം ഇതൊരു ഗ്രൗണ്ട് ആയിരുന്നു. ഉമ്യം ആദ്യം ആ മീനിങ് പറ. അപ്പൊ ഹുമ്യം എന്ന് പറയുന്ന വേർഡ് വന്നത് ഉമ്യം എന്ന് പറഞ്ഞാൽ വെള്ളം, വാട്ടർ. അപ്പൊ ഇത് വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ഇത് എവിടെയും പോകാൻ പറ്റുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീര്, ടീയേഴ്സ്. അപ്പൊ ഇവിടുന്ന് ഈ വെള്ളത്തിന് എങ്ങോട്ടും പോകാനും പറ്റുന്നില്ല, അതാണ് അതിന്റെ സങ്കടം. അങ്ങനെയാണ് ഈ ഒരു വേർഡ് വന്നത്, ഹുമ്യം ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് വന്നത്. അങ്ങനെയാണ് ഉമ്യം ലേക്ക്, നമ്മൾ തൊട്ട് ബാക്കിൽ കാണുന്ന ഉമ്യം ലേക്കിൻ്റെ സ്റ്റോറി. അപ്പം അതാണ് ഇത്. ഇങ്ങനെ പണ്ട് ഇതൊരു വലിയ പാടം ആയിരുന്നു, ഒരു തരിശ് ഭൂമിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അത് എന്തൊരു ടെർബൈനൊക്കെ വെച്ചിട്ട് കുറച്ച് വെള്ളം ഇറക്കി, ആ വെള്ളം അവസാനം ഇവിടെ നിന്ന് അതങ്ങനെ തന്നെ ഫോമായി, ഒരു ലേക്ക് പോലെ ഫോമായി. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു സങ്കടം എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് ഇവിടുത്തുകാർ. അതാണ് ഉമ്യം ലേക്ക്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മേഘാലയ, ഐ മീൻ ഇവിടുത്തെ ലാംഗ്വേജിൽ, മേഘാലയ ലാംഗ്വേജിൽ മറ്റേ ഭയങ്കര സങ്കടമുള്ള കുറച്ച് വെള്ളം, കണ്ണീര് വെള്ളം എന്നൊക്കെ പറയാൻ പറ്റുന്ന സംഭവം. അപ്പം അതാണ് കാണാൻ പോകുന്നത്. ഇവിടെ കുറേ സർവീസസ് ഉണ്ട്, വാട്ടർ ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്, സ്വിമ്മിങ് പൂളുണ്ട്, മറ്റേ അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇല്ല ജിപ്പ് ഈ ഇപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വ്യൂ ഇവിടുത്തെ. ഒരു ഐലൻഡ് ഇല്ലേ വീഡിയോയിലെല്ലാം അടിപൊളി. ഇപ്പൊ ബോട്ടിങ് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല, കാരണം നല്ല വെയില്. അപ്പൊ ബോട്ടിങ് ചെയ്യുന്നില്ല, മറിച്ച് ഇവിടെ ഒന്ന് കണ്ടേക്കാന്ന് വെച്ചു. ഞാനൊരു ട്വിന്നിങ് ആണ്. അതുകൂടാതെ ബോട്ടിംഗ് ഒന്നും കാണാത്ത സംഭവമല്ലല്ലോ, 4 സൈഡും കടലല്ലേ. അതെ, അത് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കില്ല ഇത്. ഹായ്, നമ്മുടെ എദിലിൻ ബേബിക്ക് പനിച്ചു അല്ലേ? ഇപ്പൊ പനി എങ്ങനെ ഉണ്ട്? ഏതെങ്കിലും സുഖമുണ്ട്. ബോട്ടിങ് പിന്നെ പോയിട്ടില്ല അല്ലേ? എങ്ങനെ ഉണ്ടാകും എദിലിനോ? സൂപ്പർ. ആ എദിലിനെ ബയ്യെ നോക്ക. ഇതാര് ആക്കിത്തേക്ക ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിത് തിരിച്ചു പോവാണ്. ഇവിടെ നമുക്ക് അലോട്ട് ചെയ്ത ടൈം 2 hours ആണെന്ന് തോന്നുന്നു അല്ലേ? അതിന് മാത്രം ഒന്നുമില്ല, അതിന് മാത്രമൊക്കെ ഉണ്ട്. ഒന്നാമത് ഡ്രൈവർ ഒരു മാതിരി മൊടയാണ്. അപ്പം അയാൾ വരുന്ന വഴി തന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ. അപ്പോൾ ഞങ്ങൾ വലിയ രീതിയിലൊന്നും കാണാനൊന്നും തോന്നുന്നില്ല. മാത്രമല്ല നമ്മൾ കണ്ട കുറേ സ്ഥലങ്ങളൊക്കെ പോലെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടി പോവാണ്. നോക്കിക്കോ, കുറേ ഫോട്ടോഗ്രാഫ്സ്. ഓ അങ്ങനെ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പഠിക്കണ്ട. കണ്ടപ്പോ പറഞ്ഞ നിങ്ങളെ കിട്ടണ നിങ്ങള് കാണാ സോറി. നമ്മൾ വരുന്ന വഴി ഒരു ഹൈവേ ധാബ, അവിടെ നിർത്തി ഫുഡ് കഴിക്കാൻ. കുറേ സമയമായിട്ട് ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ നിർത്തുന്നുണ്ടായില്ല.
അപ്പോൾ അതേ സ്ഥലത്ത് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഷിലോങ് പോകുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ധാബയിൽ ഇല്ലേ ഒരു നല്ല കുറേ ഒരു ചെറിയ മാർക്കറ്റും അല്ലേ, ഞാൻ കാണിച്ചു തരാം. ബാ, വാഷ്റൂം എവിടെ? അതാണ് അറിയേണ്ടത്. ഇവിടെ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങൾ. ആ ഒരു ഓട്ടോ, സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരു ഓട്ടോ കാണുന്നത്. എതിലിനും ാലിയാണ് കേട്ടോ. ഒരു കുറേ ഐറ്റംസ് ഉണ്ട് ഇതേപോലെ. ദെൻ ഒരു പപ്പടം. ഫുഡ് കഴിച്ചിട്ട് ഇതേ ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കാന്ന് വെച്ചു. ചുറ്റിലും കടയാണ്. കേരള കഥകളി കണ്ടപ്പോൾ ഞാൻ നോക്കിയതാ. അതൊക്കെയാ പിക്കിൾസ് ഒക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മറ്റേ പിക്കിൾസ് ആണ് ഇതൊക്കെ. മീനിൻ്റെ ഇതൊക്കെ ഉണ്ട്, കുറേ ടൈപ്പ്. വാങ്ങണോ? ചെമ്മീനുണ്ട്. ഹൗ മച്ച്? മറ്റുള്ളാക്കി കേളല്ലോ. എന്നാ അത് വേണ്ടെന്ന് വെച്ചോ. നമ്മളിങ്ങോട്ടാണ് കേട്ടോ വന്നത്. സയൻസ് മ്യൂസിയം കാണാനാണ് വന്നത്. ഇയാളാണെങ്കിൽ പാർട്ടി കിട്ടാൻ പോവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഐറ്റിനറി അനുസരിച്ച് ബൊട്ടാണിക്കൽ ഗാർഡനും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സമയം നിങ്ങൾ കണ്ടില്ലേ, ഒരു വൈകിട്ട് രാത്രി ആയിക്കൊണ്ട് വരുന്ന പോലെയല്ലേ ഫീല്. ഇപ്പോൾ വൈകിട്ട് 5 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ 3 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. മോർണിംഗ് 8 മണി മുതൽ വൈകിട്ട് 3 മണി വരെ. അപ്പോൾ ഇപ്പം തന്നെ നല്ല തണുപ്പൊക്കെയാണ് ഇവിടെ. തണുപ്പും കോടയും പിന്നെ അതേപോലെ പെട്ടെന്ന് സന്ധ്യയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്തു. നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ പറ്റിയില്ല. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് സയൻസ് മ്യൂസിയം ആണ്. സയൻസ് മ്യൂസിയത്തെക്കാളും എനിക്ക് അട്രാക്റ്റ് ആയിട്ടുള്ളത് അവിടെ ഫുട്പാത്തിൽ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, മാർക്കറ്റൊക്കെ പോലെ. കുറേ എന്താ സെറാമിക്സിൻ്റെ പോട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കി പോവാം. ഓക്കെ, എനിക്ക് എന്തെങ്കിലും വാങ്ങാൻ കൊണ്ടാ? ആ റിക്ഷ വേണ്ട നമുക്ക്. ടോട്ടൽ 495 ആയി. ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ചെറിയ ഗാർഡൻ സെറ്റപ്പ് ഉണ്ട്. കല്ലും റൊട്ടേറ്റ് ആകേണ്ടതാ? ആ ഇല്ല. ഇല്ല, ഇപ്പൊ വരെ ഈ ഫോം ആയിക്കൊണ്ടുണ്ട്. ഈ വന്നെ കണ്ടി. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ബയോളജിയിൽ സ്പേസ് കെമിസ്ട്രി പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ ഇവിടെ ബയോളജീൻ്റെ ഒരു വേൾഡാണെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞ ഒരാളിരിക്കുന്ന പോലത്തെ ഒരു ഫീല്. അപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി മൊത്തം ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. സയൻസിൻ്റെ മൊത്തം കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ +1 +2 പഠിച്ച സംഭവങ്ങൾ മൊത്തം ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. ഇതിന് പിന്നെ ഭയങ്കര രസമാണ്. ഒരു ടൈപ്പ് ഓഫ് മിററാണ്. കോൺകേവും ഇത് കോൺകേവ്, കോൺവെക്സ്. ഇതെന്താ ഫൺ മിറർ. ഹായ്, നമുക്ക് നോക്കാം. ഇന്നോവേഷൻ ഹബ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ. ഇനി മുകളിൽ കയറി നോക്കാം. എവിടെയാണെന്നറിയില്ല. ബയോ മെഷീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാള് കയറുവാണിപ്പോൾ. മെഷീൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ബയോ മെഷീൻസ് ആണ്.
ബയോളജിക്കൽ മെഷീൻസ്, ഇൻക്രെഡിബിൾ മെഷീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു വലിയ ഷേപ്പ്, DNA. ശരിക്കും ഇത് മെഷീൻസ് ആണല്ലേ. ഒരു ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചർ, ഇൻറ്റേർണൽ സ്ട്രക്ചർ, മാൻമെയ്ഡ് സ്ട്രക്ചേഴ്സ്, അത് റോബോട്ട്സും കാര്യങ്ങളൊക്കെ. പിന്നെ കുറേ എണ്ണത്തിൻ്റെ ഫോസിൽസും കാര്യങ്ങളൊക്കെ. കോറൽസ് ആദ്യമായിട്ട് നമ്മൾ നാട്ടിലത്തെ കോറൽസ് കാണും. ഡബിൾ പുള്ളിയാണെങ്കിൽ നമുക്ക് മൾട്ടിപർപ്പസ് സ്ട്രക്ചർ എല്ലാ കോൾ മൈനിങ്ങിനെ കുറിച്ച്, കോൾ മൈൻ്റെ 3D നമ്മളൊന്ന് പോയി നോക്കിയാലോ. പെട്ടെന്ന് കണ്ടേരം അതൊരു ആളാണോ എന്നൊരു ഡൗട്ട്. മാനേജർ റൂം, കോൾ മൈനിൻ്റെ ഇതൊക്കെ കാണുമ്പോ ലൈഫുള്ള പോലെ തോന്നും. KGF പോലെ ഇത് നോക്ക്. KGF ആൾക്കാരെ നിന്ന പോലെ ഇല്ല, നമുക്ക് കേറി വേണ്ടി വരാൻ ഒരാളെ കണ്ട പോലെ. കൂളാണ്ട് ക്യാമറയിൽ കാണുമല്ല. ഇത് നോക്ക്, ഇത് തിരിച്ചാലും ഗെയിം പ്രശ്നമില്ല. എനിക്കിഷ്ടമായിട്ടോ. ഇത് ആക്ച്വലി ഒരു പിക്കല്ല, ഇതൊരു വുഡൻ സ്ട്രക്ചേഴ്സ് ആണ് കേട്ടോ. ഇതാണ് നമുക്ക് കണ്ടത്. ഗെയിംഡ് ഹോൾ നമ്മൾ വലുതാക്കി കാട്ടുക. ഇതൊന്നുമില്ല, ഇത് വലിയ കൺഫ്യൂസ് സമയായിട്ട് വിട്ടുപോയല്ലേ പണി കാണിച്ചു കൊടുക്കൂ. അയ്യോ കൊറേ സമയം പട്ടു ആ അരികങ്ങ് എത്തിപ്പഞ്ഞിട്ടോ എൻ്റെ അമ്മോ. രമ മുഖം വെച്ചു. അടുത്തത് വീഡിയോടി. ഇങ്ങനെയായിരുന്നു പണ്ട് ചുഴലി ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്നത് ഇതാരും കളിക്കിട്ട് കൊണ്ടിട്ട് മാറും. അല്ല മഞ്ഞ ഇട്ട് പോയി. ശേഷം കാണാനൊക്കെയുള്ള കുറെ വകുപ്പുണ്ട്. നമ്മളെന്തായാലും കണ്ടു കഴിഞ്ഞു. നമ്മള് താഴെ ഇറങ്ങുവാണ്. പൈപ്പ് ഉണ്ടോ? ഹായ് അസിലി, ആരാ? അതില്ല, നോക്കിക്കോ ഒരുക്കാന പോന്നു. നമ്മള് ഗുവാഹട്ടിയില് എത്തി. ഒരു സ്റ്റേ ഹാപ്പി വില്ല ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. കിട്ടിയ റൂം ഇതാണ് കേട്ടോ. നൈസ്
നൈസ് റൂമാണ് ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ റൂം, ഞങ്ങളുടെ റൂം. ഗൈസ് അടിപൊളിയില് ഭയങ്കര സ്പേഷ്യസ് ഇല്ലേ? സംഭവം പൊളി എന്ന് വെച്ചാ പൊളി. ഓക്കെ, അപ്പൊ യാത്രയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷം. ഞാൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ, നമ്മുടെ ലാസ്റ്റ് ഡേ മേഘാലയയിലും ആസാമിലും ഒക്കെയുള്ള ലാസ്റ്റ് ഡേ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. നമുക്ക് ഇനി ഡിന്നർ കഴിക്കണം, അത് ഒന്ന് ഫ്രഷ് ആണോ, അത്രയൊക്കെ കുറേ പരിപാടിയുണ്ട്. നൈറ്റ് എന്തെങ്കിലും പരിപാടീസ് ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.